രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയായതിനു ശേഷം അദ്ദേഹം നിരന്തരമായി പുതിയ പരിപാടികൾ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്നു. അതായത് ഓപ്പറേഷൻ തൂഫാൻ എന്ന പേരിൽ MDMA പോലെയുള്ള സിന്തറ്റിക് ഡ്രഗുകൾ പിടിക്കാൻ, ഗൂണ്ടകളെ ആകമാനം പൂട്ടാൻ, അഴിമതിക്കെതിരായിട്ടുള്ള പരിപാടികളൊക്കെ പ്രഖ്യാപിച്ചിരിക്കുന്നു. ഗൂണ്ടകളെ പൂട്ടാനുള്ള തീരുമാനത്തിൻ്റെ ഭാഗമാണ് കഴിഞ്ഞ ദിവസം അർജുൻ ആയങ്കി എന്ന പേരിൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു ഗുണ്ടയെ കഴിഞ്ഞ ദിവസം പോലീസ് വളരെ ശ്രമകരമായ ദൗത്യത്തിനൊടുവിൽ പിടികൂടി. ഈ സർക്കാർ ഏതെങ്കിലും നിലയ്ക്ക് രാഷ്ട്രീയത്തിൻ്റെ കുട ചൂടിയിട്ടുണ്ട് എന്ന് വിചാരിക്കുന്ന ആളെ പോലും വിടില്ല. ആരെയും അങ്ങനെ അതിൻ്റെ ഒരു ഇളവുകൾ കൊടുക്കാത്ത സർക്കാരാണെന്ന് അതിനെക്കുറിച്ച് പിന്നീട് UDF നിരന്തരമായി പറയുന്നത് നമ്മൾ കാണുന്നുണ്ട്. അർജുൻ ആയങ്കിയെ പിടിച്ചത് സർക്കാരിൻ്റെ ഒരു നേട്ടമായിട്ട് അവതരിപ്പിക്കുന്നു. അർജുൻ ആയങ്കിമാർ ഇനിയും പുറത്തുണ്ട്, എല്ലാവരെയും പൂട്ടും, അവരെ ലൈക്ക് അടിക്കുന്നവരെ അടക്കം പൂട്ടും എന്നാണ് ഇപ്പോൾ പോലീസ് പറയുന്നത്. അജിംസ് എന്ത് തോന്നുന്നു? അർജുൻ ആയങ്കിയെ പൂട്ടിയത് ഒരു ശ്രദ്ധേയമായിട്ടുള്ള സ്റ്റെപ്പാണ്. അർജുൻ ആയങ്കി എന്തുകൊണ്ട് ഒരു ചൂടേറിയ ചർച്ചാ വിഷയമാണെന്ന് ചോദിച്ചാൽ, അർജുൻ ആയങ്കിയുടെ പിന്നിൽ CPM എന്ന പാർട്ടി ഉണ്ട് എന്ന പെർസെപ്ഷനാണ്. ഇതാണ് പ്രശ്നം. അത് ഇപ്പോൾ അർജുൻ ആയങ്കിക്ക് മാത്രമല്ല പ്രശ്നം. ആകാശ് തില്ലങ്കേരി എന്ന് പറഞ്ഞ മറ്റൊരാളുണ്ട്, ഷോയിബ് കേസിലെ പ്രതിയാണ്. അപ്പോൾ ഇവരൊക്കെ ഫേസ്ബുക്കിൽ ഒരു ഫോട്ടോ ഇട്ട് കഴിഞ്ഞാൽ അതിന് കീഴിൽ ചുവന്ന ഹൃദയവും ചുരുട്ടിയ മുഷ്ടി, ലാൽ സലാം സഖാവെ തുടങ്ങിയ കമൻറ്റുകൾ നമുക്ക് കാണാം. അപ്പോൾ സാധാരണ അത്തരം ചിത്രങ്ങൾ കാണുന്ന ഒരാൾ വിചാരിക്കുക ഇവർ പാർട്ടിയുടെ ഗുണ്ടകളാണ് എന്നാണ്. ഇത് ഒരു തെറ്റായ ധാരണയാണ് സമൂഹത്തിലുള്ളത്. ഇവർക്ക് പാർട്ടിയുമായി ഒരു ബന്ധമില്ലെന്ന് മാത്രമല്ല, പാർട്ടി ഇവരുമായിട്ട് അകലം പാലിക്കുകയാണ് ചെയ്യുന്നത്. അതിന് കാരണം പറഞ്ഞാൽ നമുക്കറിയാം, മുമ്പ് TP ചന്ദ്രശേഖരൻ വധക്കേസാണ് CPMൻ്റെ ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ ഒരു വഴിത്തിരിവുണ്ടായ ഒരു കാര്യം. ആ ഓപ്പറേഷനിൽ പാർട്ടി ഉപയോഗിച്ചത് കൊട്ടേഷൻ ടീമിനെയാണ്. അവർക്ക് പാർട്ടിയുമായി അഫിലിയേഷൻ ഉണ്ടാവും, പാർട്ടിയിൽ അങ്ങനെ ആളുണ്ടായിരുന്നു. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഈ വെട്ടാനും കുത്താനും പുതിയ തലമുറയിൽ നിന്ന് ആളെ കിട്ടാതായപ്പോഴാണ് ഇത്തരം ആളുകളെ പാർട്ടിക്ക് ആശ്രയിക്കേണ്ടി വരുന്നത്. ഇപ്പോൾ TP ചന്ദ്രശേഖരൻ വധക്കേസ് ഉണ്ടാക്കിയ ഒരു തിരിച്ചടി. മറ്റൊന്ന്, RSSുമായി പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ നടത്തിയിട്ടുള്ള സമാധാന ചർച്ച, കണ്ണൂർ ജില്ലയിൽ ഇനി വയലൻസ് വേണ്ട എന്ന ചർച്ച. ഇതോടുകൂടി പാർട്ടി ഒരു യൂട്ടേൺ എടുത്തു. P ജയരാജനെ പ്രധാനപ്പെട്ട പദവിയിൽ നിന്ന് മാറ്റി കണ്ണൂർ പാർട്ടിയിൽ P ജയരാജൻ്റെ പിടി മെല്ലെ അയപ്പിച്ചു. P ജയരാജൻ സൈഡ് ലൈൻ ചെയ്യപ്പെട്ടു. ഇതോടുകൂടി ഇത്തരം ആളുകളെ സംരക്ഷിക്കേണ്ട ചുമതലയിൽ നിന്ന് പാർട്ടി സ്വയം തന്നെ പുറത്തേക്ക് വന്നു. അപ്പോൾ ഉണ്ടായൊരു പ്രശ്നം, അതാണ് യഥാർത്ഥമുള്ള പ്രശ്നം. അപ്പോൾ ഉണ്ടായ പ്രശ്നം, അതുവരെ ഈ പണി ചെയ്തിരുന്ന ആൾക്കാർക്ക് പിന്നെയും ജീവിക്കണമല്ലോ. അവർക്ക് ഇതിനു മുമ്പ് പാർട്ടിക്ക് വേണ്ടി ചെയ്ത കേസുകളുണ്ട്, അവരിപ്പോൾ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്ന കേസുകളുണ്ട്. അവർക്ക് പണം വേണം. മുമ്പ് പാർട്ടിയിൽ നിന്ന് ആ ഫണ്ട് വരുമായിരുന്നു. അപ്പോൾ പാർട്ടിയുടെ ഒരു മൗനാനുവാദത്തോടു കൂടി എന്ന് പറയപ്പെടുന്നു, എനിക്ക് ഉറപ്പില്ല. പാർട്ടി ഒരു മൗനാനുവാദം കൊടുത്തു, നിങ്ങൾ എന്താണോ ചെയ്യേണ്ടത് ആ രീതിയിൽ പണം ഉണ്ടായിക്കോളൂ. പക്ഷേ ആകാശൊക്കെ ഷുഹൈബിനെ കൊല്ലുന്നതിനകത്ത് പാർട്ടിക്കൊരു റോളില്ല. അതുണ്ടാവും. ഞാൻ പറയുന്നത് ഏതാണ്ട് ഈ ടീമിനെ പാർട്ടി കൈവിട്ടു. കണ്ണൂരിൽ പാർട്ടി കൈവിട്ടതോടുകൂടി ഇവരെന്ത് ചെയ്യുന്നു? ഇത്തരത്തിലുള്ള ഇല്ലീഗലായിട്ടുള്ള ആക്ടിവിറ്റികളിൽ തിരിയാണ്. കിടപ്പാടമില്ലാതായി. സ്വർണം കടത്ത്, സ്വർണം പൊട്ടിക്കൽ, ഇതുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. വളരെ പ്രധാനപ്പെട്ട ആളുകളുടെ ബന്ധുക്കളൊക്കെ ഇപ്പോൾ ചെയ്തു ജീവിക്കുന്നവരുണ്ട് കണ്ണൂർ. അപ്പോൾ ഇവരുടെ ഒരു രക്ഷാകവചം അപ്പോഴും എന്താണ്? ഞങ്ങൾ പാർട്ടിയുടെ ആളാണ്. ഒരു റെഡ് ഫ്ലാഗ് എടുത്ത് അലച്ചിട്ട് ചുവന്ന കൊണ്ടെടുക്കുക, ഒരു താറിൻ്റെ മുകളിൽ ഒരു പട്ടിയോടൊപ്പം നിന്ന് ഫോട്ടോ എടുക്കുക, അങ്ങനെയൊക്കെയാണ് ഇവരുടെ കലാപരിപാടികൾ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക, ഈ പോസ്റ്റുകളുടെ അടിയിൽ കമൻറ്റ് ചെയ്യുന്ന ആളുകൾ മുഴുവൻ ഭൂരിഭാഗവും കണ്ണൂർ ജില്ലയ്ക്ക് വെളിയിലുള്ള ആളുകളായിരിക്കും. അവരുടെ വിചാരം ഇപ്പോഴും ഒരു പാർട്ടിയുടെ ആളുകളാണ്. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം ജില്ലക്കാരനായ ഒരു സഖാവ്, സൈബർ സഖാവാണത്, ഞാൻ ഫോളോ ചെയ്യുന്ന ഒരാളാണ്. ഇത്തരം ആളുകളെ പാർട്ടി കൈവിട്ടാൽ അവസാനം പാർട്ടിയിൽ ആളുണ്ടാവില്ല എന്ന് പറഞ്ഞ് പാർട്ടിയെ താക്കിയതുകൊണ്ട് ഈ സഖാവ് പോസ്റ്റ് ഇട്ടിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുന്ന ഇവരൊക്കെ പാർട്ടിയുടെ ആളാണെന്നാണ്. അവരൊന്നും പാർട്ടി കൈവിടരുത്, പാർട്ടിയുടെ സംരക്ഷകരാണ് അവർ, പാർട്ടിക്ക് വേണ്ടി ജീവൻ തിരിക്കാൻ തയ്യാറാണ് ആളുകളാണെന്നാണ്. പക്ഷേ ഇതിൻ്റെ യാഥാർത്ഥ്യം കണ്ണൂർ ജില്ലയ്ക്ക് പുറത്തുള്ള ആളുകൾ അറിയില്ല എന്നുള്ളതാണ് ഒരു കാര്യം. മറ്റൊന്ന്, കണ്ണൂർ ജില്ലയിൽ തന്നെ അർജുൻ ആയങ്കി ഒരു ജൂനിയർ ഗുണ്ടയാണ്. അതായത് പാർട്ടി വൃത്തങ്ങൾക്കിടയിൽ തന്നെ ഒരു ചെക്കൻ ഇമേജുള്ള വളരെ ജൂനിയർ ആയിട്ടുള്ള ഒരാളാണ്. അങ്ങനെ ആരും വകവെക്കുകയോ പാർട്ടി ഇപ്പോൾ ഇന്ന് P ജയരാജൻ പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഏതോ ചെമ്പട പേജിൽ അർജുൻ ആയങ്കി P ജയരാജനും തോളത്ത് കേട്ട് നിൽക്കുന്നൊരു ചിത്രം പ്രചരിപ്പിച്ചു. അപ്പോൾ ആ ചിത്രം തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് P ജയരാജൻ പറയുകയാണ്, ഒരു ഓണനാളിൽ വെട്ടിക്കളഞ്ഞതിൻ്റെ തള്ളവിരൽ പോലും ആ ചിത്രത്തിലുണ്ട്. കൊണ്ട് ചിത്രങ്ങൾ ഉണ്ടാകുമ്പോൾ അതുകൂടി ശ്രദ്ധിക്കണം. P ജയരാജൻ പോലും തള്ളിപ്പറയുന്ന അത്ര ആളാണ്. ഒരുപക്ഷെ P ജയരാജൻ ആകാശ് തില്ലങ്കേരി ഇങ്ങനെ തള്ളിപ്പറയില്ല. അർജുൻ ആയങ്കി അങ്ങനെ തള്ളിപ്പറയാൻ മാത്രം ജൂനിയർ ആയിട്ടുള്ള ഒരു ലോക്കൽ ഗുണ്ട മാത്രമാണ് അർജുൻ ആയങ്കി. ഇവിടുത്തെ പ്രശ്നം ചെന്നിത്തലയുടെ ഈഗോ ഹർട്ടായതോ അല്ലെങ്കിൽ പോലീസുകാരെ ചീത്ത വിളിച്ചോ അതൊന്നും അല്ല ഇതിൻ്റെ ഒരു പ്രശ്നം. അങ്ങനെ അർജുൻ ആയങ്കി എന്തെങ്കിലും ഒരു ഗുരുതരമായ കുറ്റം ഇങ്ങനെ ഓടിച്ചിട്ട് പിടിക്കാൻ മാത്രം കുറ്റം ചെയ്തു ഞാൻ വ്യക്തമായിട്ട് വിശ്വസിക്കുന്നില്ല. അന്ന് അർജുൻ ആയങ്കി മുമ്പ് ഒരു കല്യാണത്തിൽ പങ്കെടുക്കാനോ മറ്റോ എൻ്റെ നാട്ടിലാണ്, അതിനടുത്ത് ഉള്ള ഒരു പുന്നേക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്ത് റിസോർട്ടിൽ അയാൾ താമസിക്കുകയാണ്. സാധാരണ ഗുണ്ടകളൊക്കെ പോകുമ്പോൾ നമ്മൾ കണ്ടാണല്ലോ, കോവിഡ് സമയത്ത് മറ്റേ ചെങ്ങായി മറ്റേ TP ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതി വയനാട്ടിൽ പാർട്ടി നടത്തുമായിരുന്നു. അതുപോലെ എന്തോ പാർട്ടി നടത്തിക്കൊണ്ടിരുന്നപ്പോൾ പോലീസ് മനസ്സിലാക്കി, പോലീസ് പൊക്കി.
അപ്പോൾ ഈ ഇവരെവിടെ സംഘം ചേർന്നാലും വേണമെങ്കിൽ ഇതൊരു കുറ്റകൃത്യത്തിനുള്ള കോൺസ്പിരസിക്ക് വേണ്ടി ഗൂഢമായി സംഘം ചേർന്നാണെന്നൊക്കെ കുറ്റം ചേർത്തി അകത്തിടാം. അങ്ങനെ എന്തോ ചെയ്ത് അകത്തിട്ടതാണ്. അതിൻ്റെ വൈരാഗ്യം ഒരു പക്ഷേ അർജുനായെങ്കിൽ ഇതൊക്കെ വിട്ട് നല്ല ജീവിതത്തിലേക്ക് പോകാൻ തീരുമാനിച്ചിട്ടുണ്ടാവാം. അപ്പോൾ തന്നെ വേട്ടയാടി പിന്തുടരുന്നു എന്നുള്ളൊരു ഫീലിൽ അവർ പോലീസുകാർക്കെതിരെ തിരിഞ്ഞിട്ടുണ്ടാവും. അത്രയ്ക്കുള്ള ബുദ്ധി ഉണ്ടാവുള്ളൂ. പോലീസുകാർക്കെതിരെ ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പോലീസ് എങ്ങനെ പ്രതികരിക്കും നമുക്കറിയാമല്ലോ. സാധാരണ നന്നായി നടക്കുന്ന മനുഷ്യന്മാരെ തന്നെ ജീവിക്കാൻ സമ്മതിക്കില്ല പോലീസ്. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകൾ പോലീസ് വെറുതെ വിടുമോ? ഇല്ല. പക്ഷേ ചെന്നിത്തല ഇവിടെ ശ്രമിച്ചതെന്താണ്? പാർട്ടി പിന്തുണയുള്ള ഒരു ഗുണ്ടയെ ഞാൻ വേട്ടയാടിപ്പിച്ചു. മുമ്പ് മുട്ടക്കോഴി മലയിൽ നിന്ന് മറ്റേ ചങ്ങായനെ പൊക്കി എന്ന് UDF മേനി നടിക്കുന്ന പോലെ ഒരു ഓപ്പറേഷനായിട്ട് രമേശ് ചെന്നിത്തലയും UDFും കോൺഗ്രസ് സർക്കാരൊക്കെ ഇതിനെ കാണുന്നു. അത്രയ്ക്കൊന്നുമില്ല. എലിയെ കൊല്ലാൻ വേണ്ടി ഇല്ലം ചൂടേണ്ട ആവശ്യമൊന്നുമില്ല. ഇതൊരു ചീള് കേസാണെന്ന് ചെന്നിത്തല പോലീസ് മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഓക്കെ, ദിവസം എന്താ തോന്നുന്നു ആയെങ്കിൽ? അല്ല, ഇത് ചീള് കേസാന്ന് പറയുമ്പോൾ ശരിയാണ്. കേരള പോലീസിൻ്റെ ഒരു പ്രൊഫഷണൽ എക്സലൻസ് വെച്ച് നോക്കും അർജുൻ ആയെങ്കിൽ ഒരു മൂക്കിൽ പൊടിയാണ്. അത്രയേ ഉള്ളൂ. ഇങ്ങനത്തെ ആളുകളൊന്നും കേരള പോലീസിന് ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച പോലീസ് ഫോഴ്സാണ്, ഏറ്റവും പ്രൊഫഷണൽ ഒരു പോലീസ് ഫോഴ്സാണ്. അർജുൻ ആയെങ്കിൽ പോലെ ഒരാളെ പിടികൂടാന്ന് വെച്ചാൽ വലിയൊരു സംഭവമൊന്നുമല്ല. പക്ഷേ ഇതൊരു വലിയ സംഭവം എന്തുകൊണ്ടാണ്? അർജുൻ ആയെങ്കിൽ തന്നെയാണ് അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്തെന്നുള്ളതുകൊണ്ടാണ്. ഇതിനെ വലിയ സംഭവമാക്കിയത് കേരള പോലീസ് അല്ല, അർജുൻ ആയെങ്കിൽ തന്നെയാണ്. അവൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റുകളാണ്. ഭയങ്കര വിപ്ലവ വാചോടാവായിരുന്നല്ലോ ഈ അറസ്റ്റ് ചെയ്യുന്നത് വരെ. ഒന്ന് ആ കോതമംഗലത്തങ്ങാണ്ടുള്ള ഒരു ഊന്നുകളിലെ പോലീസ് ഓഫീസറായിട്ട് ഇവൻ സംസാരിക്കുന്ന ഭാഷ ശ്രദ്ധിച്ചില്ലേ? നിനക്ക് പിടിക്കണോ അല്ലേ? നീ എപ്പോഴാണ് പിടിക്കുന്നത് എന്നൊക്കെ ചോദിച്ചിട്ട് ഒരു പോലീസ് ഓഫീസറോട് ഇവൻ സംസാരിക്കുകയാണ്. അത് നോക്കും. അത് നിയമവാഴ്ചയോടുള്ള അങ്ങേറ്റത്തെ അവജ്ഞയും പുച്ഛവും ധിക്കാരവുമാണ് ഈ മനുഷ്യൻ പ്രകടിപ്പിക്കുന്നത്. അതിനുശേഷം ഫേസ്ബുക്കിലിട്ട കുറിപ്പുകൾ, ആ ഭാഷ, അതിൻ്റെ ലെക്സിക്കൻ എന്താണ്? തികവൊത്ത CPM ഭാഷയിൽ, തികവൊത്ത DYFI ഭാഷയിലുള്ള വിപ്ലവ വാചോടാപങ്ങളാണ്. അവനല്ല, വേറൊരാളാണ് എഴുതി കൊടുക്കുന്നത്. ഒരു എന്താണ് ഗംഭീരനായിട്ടുള്ള ഒരു വിപ്ലവകാരി അവൻ്റെ പുറകിലുണ്ടാകണമല്ലോ. അപ്പോൾ ഈ നിലക്ക് അർജുൻ ആയെങ്കിൽ എന്നുള്ളത് കേരള പോലീസിന് ടച്ച് ചെയ്യാൻ പറ്റുന്ന ഞാൻ പറയുന്നുണ്ട്. കേരള പോലീസിന് സ്പർശിക്കാൻ പറ്റാത്ത ഒരു കിടിലൻ വിപ്ലവകാരിയാണ്. ഒരു ബൊളീവിയൻ കാടുകളിൽ നിന്നാണ് ഒളിച്ചിരുന്ന് വിപ്ലവ പ്രവർത്തനം നടത്തുന്ന ആളുണ്ടല്ലോ. അതേമാതിരിയുള്ള ഒരാളാണ് അർജുൻ ആയെങ്കിൽ എന്നുള്ളൊരു ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്ത് ആരാണ്? അർജുൻ ആയെങ്കിൽ തന്നെയാണ്. അതുകൊണ്ടാണ് ഇത് വലിയ സംഭവമായത്. അതർവൈസ് കേരള പോലീസിന് എന്താണ് ഒരൊറ്റ ദിവസം കൊണ്ട് പിടിച്ച് അകത്തിടാവുന്ന കേസ് മാത്രമേ. അപ്പോൾ അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് അവിടെ സെറ്റ് ചെയ്യപ്പെട്ടുകൊണ്ടാണ് ഇത് വലിയൊരു വാർത്തയായത്. പിടിച്ചപ്പോൾ സ്വാഭാവികമായിട്ടും ആ ക്രെഡിറ്റ് രമേശ് ചെന്നിത്തലക്ക് പോകും. ഹി ഡിസേർവ് ഇറ്റ്. അത് UDF ആഘോഷിക്കുന്നു, രമേശ് ചെന്നിത്തല ആഘോഷിക്കുന്നു, കേരള പോലീസ് ആഘോഷിക്കുന്നു. അപ്പോൾ ഇതിലൊക്കെ സാഹചര്യം ഒരുക്കുകയാണെന്ന് വെച്ചാൽ അർജുൻ ആയെങ്കിൽ തന്നെയാണ്. ആ ജാതി വിപ്ലവ വർത്താനാണ് ആൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അതിൻ്റെ ഒരു വശം. രണ്ടാമത് ഇതിൽ CPM ആങ്കിളാണ്. ഈ മനുഷ്യൻ്റെ പോസ്റ്റുകളെല്ലാം വിപ്ലവ പരിപാടികളാണ്. VD സതീശനെ ചീത്ത പറയുക, പിന്നെ CPM നേതാക്കളുടെ മഹത്വം പറയുക, പാർട്ടി പറഞ്ഞ രക്തപതാക, ചുവന്ന ഹൃദയം, ചെഗുവേര തൊപ്പി, ഈ ടൈപ്പ് എല്ലാ ആളുകളുടെയും ഒരു ഇതാണ്. അപ്പോൾ ഞാൻ ഇവൻ്റെ പോസ്റ്റിൽ ഫേസ്ബുക്ക് ടൈം ലൈനിൽ കുറച്ച് ദിവസം മുമ്പ് വന്ന ജൂലൈ 31 വന്നൊരു കുറിപ്പാണ്. അതൊരു അനുസ്മരണ കുറിപ്പാണ്. ആരെയാണ് അനുസ്മരിക്കുന്നത് അറിയോ? ഈ ജൂലൈ ലാസ്റ്റ് വീക്കിൽ തിരുവനന്തപുരത്ത് വെമ്പായത്തൊരു ബാറിൽ ഗുണ്ടകൾ തമ്മിൽ അടിപിടിയും തീവെപ്പും നടന്നു. 4 ആളുകളാണ് അതിൽ മരിച്ചത്. 3 ആളുകൾ പൊള്ളലേറ്റ് മരിക്കുന്നു. അതിൽ ഇൻവോൾവ് ആയാലൊരു കക്ഷി വീട്ടിൽ പോയി തൂങ്ങി മരിക്കുന്നു. കേരളത്തിൽ അപൂർവമായിട്ടുള്ള സംഭവമാണ് ഇങ്ങനെ ഒരു ബാറിലൊരു കച്ചറുണ്ടായിട്ട് അതിൻ്റെ പേരിൽ 4 ആളുകൾ 4 ചെറുപ്പക്കാർ മരണപ്പെടുന്നു. അപ്പോൾ അതിൽ പൊള്ളലേറ്റ് മരിച്ചിട്ടുള്ള നൗഫൽ തേക്കട എന്ന് പറയുന്ന ആൾ, അയാൾ എന്നാണ് മരിക്കുന്നത്. അയാൾക്ക് വേണ്ടിയുള്ള അനുസ്മരണക്കുറിപ്പ് ഒബിറ്റ് നോട്ടാണ്. അപ്പോൾ കണ്ണൂരിലുള്ള ആയെങ്കിൽ സമാനമായൊരു ഇതിൽ ജീവിക്കുന്ന തിരുവനന്തപുരത്ത് ഒരാൾ മരിച്ചപ്പോൾ അനുസ്മരണ കുറിപ്പിടുകയാണ്. ആ അനുസ്മരണ കുറിപ്പ് പറഞ്ഞ് എനിക്ക് കാണാൻ പറ്റുന്നില്ല, വരാൻ പറ്റാത്തൊരവസ്ഥയാണെന്ന് വെച്ചാൽ ഇയാൾ ഒളിവിലാണല്ലോ. അങ്ങനെ ചുവന്ന ഹൃദയവും മിസ് യു സി യു എക്കൻ ഒക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തെ ഗ്ലോറിഫൈ ചെയ്യുന്നുണ്ട്. ഈ നൗഫൽ തേക്കട എന്ന് പറയുന്ന ആളുടെ പ്രൊഫൈൽ നിങ്ങൾ പോയി നോക്കുക. അയാളുടെ ടൈം ലൈനിൽ പോയി നോക്കിയാൽ പ്രധാനപ്പെട്ട ഒരു സംഗതി ഇത് പാർട്ടിക്ക് അങ്ങേരുടെ DP ഇതാണ്. CPMൻ്റെ കൊടി പിടിച്ചുകൊണ്ടുള്ള DP ആണ്. മറ്റേ കവർ ഇമേജ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ VS അച്യുതാനന്ദനാണ്. VS അച്യുതാനന്ദൻ മുഷ്ടി ചുറ്റി നിൽക്കുന്നതാണ് കവർ ഇമേജ്. പിന്നെ പോസ്റ്റുകളെല്ലാം CPMന് വേണ്ടിയുള്ള പോസ്റ്റുകളാണ്, സതീശനെതിരായുള്ള പോസ്റ്റുകളാണ്. സതീശൻ മേനോൻകുട്ടി, പിന്നെ പിണറായി വിജയൻ്റെ മഹത് വചനങ്ങൾ ധാരാളമുണ്ട്.
ഏറ്റവും റീസെൻ്റായി വന്ന ഒരു പോസ്റ്റ് എന്ന് വെച്ചാൽ DYFIയുടെ തൃശ്ശൂർ ജില്ലാ പ്രസിഡൻ്റായിട്ട് പുതിയ ആൾ എന്താണ് PH നിയാസ് എന്ന് പറയുന്ന ആൾ തിരഞ്ഞെടുക്കപ്പെട്ടു. അങ്ങേർക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ടുള്ള പോസ്റ്റാണ്. അപ്പോൾ തിരുവനന്തപുരത്തുള്ള ഈ പറയുന്ന നൗഫൽ തേക്കട ബാറിലുള്ള ഒരു സംഘർഷത്തിൽ കൊല്ലപ്പെട്ട മനുഷ്യൻ, അദ്ദേഹം മരിക്കുന്ന ദിവസം കണ്ണൂരിലുള്ള ഈ ഗുണ്ട പശ്ചാത്തലമുള്ള ആയങ്കി ഇയാൾക്ക് വേണ്ടി അനുസ്മരണം കുറിപ്പിടുന്നു. ഈ നൗഫൽ തേക്കട തൃശ്ശൂരത്തെ DYFI ജില്ലാ പ്രസിഡന്റിന് അഭിവാദ്യം അർപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ഇത് വേറൊരു സബ് ടെക്സ്റ്റ് അല്ലെങ്കിൽ ഒരു സബ് കൾച്ചർ ഇതിനടിയിലുണ്ടെന്നുള്ളതാണ്. തിരുവനന്തപുരം മുതൽ കണ്ണൂർ വരെ നീണ്ടു നിൽക്കുന്ന ഒരു ഏതോ ഒരു തുരങ്ക സൗഹൃദമെന്നോ അല്ലെങ്കിൽ ഒരു സബ് കൾച്ചറെന്നോ ഒരു സബ് ടെറൈൻ എന്താണ് എക്കോസിസ്റ്റം ഈ പാർട്ടിയുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നുണ്ട്. ഈ സബ് ടെറൈൻ എക്കോസിസ്റ്റത്തിനകത്തുള്ള ഒരു പ്രധാനിയാണ് അർജുൻ ആയങ്കി, ആകാശ് തില്ലങ്കേരി, ഇപ്പോൾ ഈ പറയുന്ന എന്താണ് നൗഫൽ തേക്കട. നൗഫൽ തേക്കടയുടെ വിപ്ലവ പ്രസ്താവനകളും ആയങ്കിയുടേതൊക്കെ ഒന്നിനൊന്നും മെച്ചമാണ് കേട്ടോ. ചിലരൊക്കെ ഗംഭീരമായിട്ടുള്ള പൊളിറ്റിക്കൽ ആർഗ്യുമെൻറ്റുകളും ഇതൊക്കെയാണ് ഇവരുടെ ഫേസ്ബുക്കിനകത്ത് കാണുന്നത്. അപ്പോൾ ഇതേമാതിരി ഈ നൗഫൽ തേക്കടയുടെ പടം വെച്ചിട്ടുണ്ട് ഈ അനുസ്മരണ കുറിപ്പിൽ അർജുൻ ആയങ്കി. ആ പട്ടി അതേമാതിരി ആ ബ്രീഡിൽപ്പെട്ടൊരു പട്ടി നൗഫൽ തേക്കടയുടെ കൂടെയുണ്ട്. അപ്പോൾ ഇത് പാർട്ടി ആലോചിക്കേണ്ട കാര്യമാണ്. ഇത് എന്താണ് ഇവർ പാർട്ടിക്ക് വേണ്ടിയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. പാർട്ടിയുടെ നേതാക്കളാണ് ഇവരുടെ DP ആയിട്ടും ഇവരുടെ കവർ ഇമേജായിട്ടും വരുന്നത്. പാർട്ടിയുടെ കൊടിയാണ് ഇവരുടെ DPയിലുള്ളത്. പാർട്ടിയുടെ നേതാക്കന്മാർക്ക് വേണ്ടി അഭിവാദനങ്ങളാണ് ഇവർ പോസ്റ്ററായിട്ട് വരുന്നത്. അവർ ഈ പറയുന്ന ബാറിൽ അടിപിടി, കത്തിക്കുത്ത്, പിന്നെ സ്വർണം പൊട്ടിക്കൽ, സ്വർണ്ണക്കടത്ത് ഇതിൻ്റെയൊക്കെ പ്രധാനികളായിട്ട് നിൽക്കുന്നു. എന്താണ്, എവിടെയാണ് ഇവർ പാർട്ടിക്ക് വേണ്ടിയാണ് അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ MV ജയരാജൻ തള്ളിപ്പറഞ്ഞപ്പം പിന്നിൽ നിന്ന് കുത്തരുതെന്നാണ് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? വേറൊരാളോട് പിന്നിൽ നിന്ന് കുത്തരുതെന്ന് പറയില്ലല്ലോ. പിന്നിൽ നിന്ന് കുത്തരുത് സഖാവേ എന്ന് പറയണമെങ്കിൽ കൂട്ടത്തിൽ നിന്നുള്ള ഒരാൾ കുത്തി എന്നുള്ളതാണല്ലോ. എന്താണ് ഈ സബ് ടെറൈൻ എന്ന് നല്ല മലയാള ഭാഷയിൽ പറഞ്ഞാൽ അധോലോകം, പാർട്ടിയുടേതായിട്ടുള്ള ഒരു അധോലോകം വേറൊരു വിപ്ലവ അധോലോകം ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. അതിൽ CPM ഇനിയും ക്ലാരിറ്റി വരുത്തിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഓക്കെ, ഒറ്റയ്ക്കൊറ്റയ്ക്ക് വ്യക്തികളെ തള്ളിപ്പറയുക എന്നതിനപ്പുറത്തേക്ക് തള്ളിപ്പറയാൻ വിശാലമായ ഒരു അധോലോകം കിടക്കുന്നുണ്ടോ എന്ന് പാർട്ടി ആലോചിക്കേണ്ട സന്ദർഭം കൂടിയാണ്.